ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു വീക്കെൻഡിലെ ഒരു വ്ളോഗാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പം സാധാരണ ഇപ്പം സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ വാക്കിങ്ങിനൊക്കെ പോകാറുള്ളത്. അതല്ലാത്ത ദിവസം രാവിലെ കുറച്ച് തിരക്കാണ്. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും കുറച്ച് എനർജി പകരുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എനർജി മാത്രമല്ല, നമ്മുടെ മൈൻഡും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് എനർജിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ എക്സസൈസ് നമ്മളെപ്പോഴും ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ മിനിമം പ്രയോറിറ്റി ആയിട്ട് ഇടാറുണ്ട് പലരും, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്, പക്ഷെ മുന്നത്തെ അത്ര പ്രയോറിറ്റി എനിക്കിപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ആ ഒരു ഹോളിഡേ ദിവസം ഞാൻ വാക്കിംഗ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാവിലെ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ബീൻസും കൂടി ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ മാക്സിമം പണികൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. ഇടിയപ്പം എനിക്ക് എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തന്നെ തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും വീക്കെൻഡ് ആയപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ പണികൾ മാക്സിമം എളുപ്പത്തിൽ തീർക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കും. ഇപ്പം കടലക്കറി ആണെങ്കിൽ അതിനാവശ്യമുള്ള മസാല ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കും. സവാളയും തക്കാളിയും എല്ലാം വഴറ്റി പൊടികളും ചേർത്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ആക്കി വെക്കും. അതിനകത്തോട്ട് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് അത് സോഫ്റ്റ് ആയാൽ പിന്നെ അത് നമ്മൾ കടലയിലോട്ട് ചേർത്ത്, കടല തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് കടലയിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അതുപോലെ വറുത്തരയ്ക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടാവും, അത് അരച്ചെടുത്ത് ചേർത്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ കടലക്കറി ഉണ്ടാക്കാനൊക്കെ ഈസി തന്നെയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ തന്നെ മോൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. IT എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം ആ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പഠിത്തമൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡും വിനീഗറും ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ക്ലീനിങ് ലിക്വിഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട്. ആ ക്ലോത്ത് വെച്ചിട്ടാണ് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നത്. ആ സെയിം ക്ലോത്ത് വെച്ചിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ ബീൻസ് മെഴുക്കുവരട്ടി ആക്കി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. പിന്നെ ചാള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലെഫ്റ്റ് ഓവർ കറിയുണ്ട്. അപ്പോൾ പിന്നെ ചോറും കൂടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിയും. അത്യാവശ്യമായിട്ട് രാവിലെ തന്നെ പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്കുവാണെങ്കിൽ പിന്നെ തിരിച്ച് ലഞ്ച് ടൈം ആകുമ്പോഴത്തേനും തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ വേഗം തന്നെ പണികൾ തീർക്കുകയും വേണം കേട്ടോ. അപ്പോൾ കുളിച്ച് റെഡിയായിട്ടും വീണ്ടും താമസം വന്നു. അപ്പോൾ ഞാൻ വേഗം ബീൻസ് ഒലത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് പണികൾ അവിടെ ഇടുകയും ചെയ്തു. എന്നാൽ പിന്നെ വീണ്ടും താമസം വന്നു. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ കിട്ടുന്ന സമയം വേഗം ഓരോ പണികൾ ഒതുക്കി ഇടുകയായിരുന്നു. ആദ്യം വിചാരിച്ചു ബീൻസ് വേവിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും താമസം വന്നു. അപ്പോൾ ഞാൻ വേഗം ബീൻസ് മെഴുക്കുവരട്ടിയും കൂടി ആക്കി ഇറങ്ങാമല്ലോ. അപ്പോൾ 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് എടുക്കലുണ്ട്. അപ്പോൾ മിക്കവാറും എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ ആയിരിക്കും കേട്ടോ എടുക്കാറ്. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വ്ളോഗ് എടുത്ത സമയത്ത് നമ്മുടെ ട്രൈപോഡിൻ്റെ മൊബൈൽ ഹോൾഡറില്ലേ, അതിന് കംപ്ലൈൻറ്റ് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം ഷൂട്ട് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ. ട്രൈപോഡ് ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്തത്. എന്തായാലും അതിനൊക്കെ ശേഷം പിന്നെ ഞാനൊരു മൊബൈൽ ഹോൾഡറായിട്ട് വാങ്ങി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം
ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേനുമാണ് തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ വീണ്ടും ലഞ്ച് എടുക്കണമല്ലോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്, ബീൻസ് മെഴുക്കുവരട്ടി റെഡിയാണ്, പിന്നെ ലെഫ്റ്റ് ഓവർ കറി ഉണ്ട്. ഇനി മീൻ ഫ്രൈ ആക്കുന്ന കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചും റെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരത്തെ സമയമായിട്ടുണ്ട്. ചായക്കൊക്കെ മുന്നേ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് പരീക്ഷണങ്ങളിലോട്ട് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ അവൻ വന്നപ്പം അതിനകത്ത് എനിക്ക് ഓരോരോ കേക്കുകൾ, മെയിനായിട്ട് എനിക്ക് വാനില കേക്ക്, ടീ കേക്ക്, പിന്നെ സ്പോഞ്ച് കേക്ക് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യത്തില്ലേ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നത്. അപ്പം അത് ചെയ്തെടുക്കണം. അപ്പം നമ്മളെന്തായാലും കുറച്ച് പ്രാവശ്യം ചെയ്താലാണ് നമുക്ക് റെസിപ്പി കറക്റ്റായിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ ഞാൻ ബനാന ബ്രെഡ് ഏകദേശം കറക്റ്റായിട്ടൊക്കെ എനിക്ക് ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. പക്ഷെ സാധാരണ സിമ്പിൾ കേക്ക് പലപ്പോഴും പലത് ചെയ്യുമ്പം കറക്റ്റായിട്ട് വരാറില്ല. OTGയിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ കൺവെക്ഷൻ അവനിൽ എങ്ങനെയാണെന്ന് ഞാൻ ശ്രമിച്ചു. അപ്പോൾ കുറേ റെസിപ്പീസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ച് ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതിപ്പോൾ സ്പോഞ്ച് കേക്കാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സ്പോഞ്ച് കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മുട്ട കൂടുതലായിരിക്കും, മൈദ കുറവായിരിക്കും, ഫ്ലോർ കുറവായിരിക്കും. ടീ കേക്കൊക്കെ ആണെങ്കിൽ മുട്ട നമ്മൾ എഗ്ലെസ് ആയിട്ടും ഒരു എഗ്ഗൊക്കെ ചേർത്തും അങ്ങനെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും മുട്ട കൂടുതലുള്ള സ്പോഞ്ച് കേക്ക് മോഡലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് തന്നെ പല റെസിപ്പീസും ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ പല രീതിയിൽ മിക്സിയിൽ അടിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ പക്ഷേ നമ്മൾ കുറേ റെസിപ്പീസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിക്കാവുന്ന വളരെ ചുരുക്കം റെസിപ്പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഒന്നിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാക്സിമം അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബനാന കേക്ക് എനിക്ക് അങ്ങനെ ഒരു റെസിപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഈ വാനില ടീ കേക്ക് അതും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടാസ്ക്. അപ്പോൾ പുതിയ അവനൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരാഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സെറാമിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്തത്. അപ്പം ബേക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയിലൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമേ നോക്കുവാണെങ്കിലും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കട്ട് ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഉള്ളിൽ തീരെ വെന്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷയിലൊക്കെ കട്ട് ചെയ്യുകയാണ്. പക്ഷെ കട്ട് ചെയ്ത് നമ്മളുടെ കേക്ക് എടുത്തപ്പോൾ സംഭവിച്ചത് ഇതാണ് കേട്ടോ. അതിൻ്റെ താഴ്ഭാഗം വെന്തിട്ടേ ഇല്ല, പക്ഷേ മുകൾ ഭാഗം കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത കേക്ക് ടിന്ന് കട്ടി കൂടുതലായിരുന്നു. നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടില്ലേ കേക്ക് ടിൻസ് എന്നും പറഞ്ഞ്, ആ ടിന്നായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വന്നേനെന്നാണ് ഞാൻ നോക്കിയ റെസിപ്പിയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും വീണ്ടും ശ്രമിക്കാം. കേക്കൊക്കെ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എക്സ്പേർട്ട് ആവുന്നവരെ കുറേ പ്രാവശ്യം ഫെയിൽ ചെയ്ത് തന്നെയാണ് അത് പഠിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. അങ്ങനെ ഇന്നത്തെ അംഗമൊക്കെ കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, അടുത്ത ദിവസത്തിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.